എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോളർ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഇപ്പം നമ്മൾ വില നോക്കിയിട്ട് ഇപ്പോൾ മാർക്കറ്റിൽ ഇഷ്ടംപോലെ വാട്ടർ ലെവൽ കൺട്രോളർ പല പ്രൈസിന് അവൈലബിൾ ആണ്. നമ്മൾ ഏറ്റവും വില കുറഞ്ഞത് നോക്കി നമ്മളൊരു വാട്ടർ ലെവൽ കൺട്രോളർ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല പ്രൊട്ടക്ഷൻസും അതിലുണ്ടായിരിക്കില്ല. അങ്ങനെ പ്രൊട്ടക്ഷൻസ് ഇല്ലാത്ത വാട്ടർ ലെവൽ കൺട്രോളർ നോക്കി മേടിച്ചാൽ നിങ്ങളുടെ മോട്ടർ കത്തിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് പ്രൊട്ടക്ഷൻസ് ഞാൻ പറയാം. ഇത് ഉള്ള വാട്ടർ ലെവൽ കൺട്രോളർ തന്നെ നിങ്ങൾ നോക്കി മേടിക്കാൻ നോക്കാം. ഒന്നാമത്തെ കാര്യം സെൻസറിൻ്റെ ക്വാളിറ്റിയാണ്. വെള്ളമായിട്ട് കോണ്ടാക്റ്റ് ഉള്ള സെൻസേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് എന്തായാലും പൂപ്പൽ പിടിക്കും. ഇത് പൂപ്പൽ പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ രാത്രിയാണ് മോട്ടോർ ഓട്ടോമാറ്റിക് ഓണാവെന്ന് വിചാരിക്കും. പൂപ്പൽ പിടിച്ചിരിക്കുകയാണ് സെൻസർമാർ, ആ സെൻസിങ് മരിക്കും നടന്നില്ല, അപ്പോൾ ഓട്ടോമാറ്റിക് ഓഫ് ആവില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഇത് ഓവർഫ്ലോ വരികയും പകൽ വരെ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും. അപ്പോൾ അതിനൊരു പരിഹാരം എന്താണ്, വെള്ളമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാത്ത സെൻസറുള്ള വാട്ടർ ലെവൽ കൺട്രോളർ മേടിക്കുക എന്നുള്ളതാണ്. അത് ഒന്നാമത്തെ പരിഹാരം. രണ്ടാമത്തെ പരിഹാരം ടൈമറുള്ള, അതായത് ഇപ്പോൾ മാർക്കറ്റിൽ 10 വാട്ടർ ലെവൽ കൺട്രോളർ എടുത്തു കഴിഞ്ഞാൽ അതിൽ 2 എണ്ണത്തിന് മാത്രമേ ടൈമർ ഉണ്ടാവുള്ളൂ. ടൈമർ എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മോട്ടോർ ഓട്ടോമാറ്റിക് ഓണായിട്ട് ഓഫ് ആവാൻ 10 മിനിറ്റ് എടുക്കുമെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് 15 മിനിറ്റിന് ടൈമർ സെറ്റ് ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഓവർഫ്ലോ വന്നാലും ഇത് 15 മിനിറ്റ് മോട്ടോർ വർക്ക് ചെയ്യുള്ളൂ. അങ്ങനെ ടൈമർ പ്രൊട്ടക്ഷൻ ഉള്ള വാട്ടർ ലെവൽ കൺട്രോളർ ആണെങ്കിൽ നിങ്ങൾക്ക് മോട്ടോർ കത്തുമെന്നുള്ള പേടി വേണ്ട. ഇനിയിപ്പോൾ ടൈമറും ഇല്ലയെന്ന് വിചാരിക്കും, ഡ്രൈ റൺ സെൻസർ ഉണ്ടായാൽ മതി. അതായത് മോട്ടോർ വെള്ളം എടുത്തില്ലെങ്കിൽ മോട്ടറിനെ ഓഫ് ആക്കുന്ന ഡ്രൈ റൺ സെൻസർ. ഈ ഡ്രൈ റൺ സെൻസറുള്ള വാട്ടർ ലെവൽ കൺട്രോളർ തന്നെ പല വിലയ്ക്കും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഡ്രൈ റൺ സെൻസറിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമായിട്ട് കോണ്ടാക്റ്റ് ഉള്ള ഡ്രൈ റൺ സെൻസർ ആണെങ്കിൽ 90% വാട്ടർ ലെവൽ കൺട്രോളേഴ്സിലും വെള്ളമായിട്ട് കോണ്ടാക്റ്റ് ഉള്ള ഡ്രൈ റൺ സെൻസറാണ്. അപ്പോൾ എന്താ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൻസറിൽ പൂപ്പൽ പിടിക്കുകയും ഈ സെൻസർ വർക്ക് ചെയ്യാണ്ട് വരികയും ചെയ്യും. അതായത് ഈ സെൻസർ വർക്ക് ചെയ്യാണ്ട് വന്നാൽ മോട്ടോർ വെള്ളം എടുത്തില്ലെങ്കിൽ ഓഫ് ആക്കേണ്ട സെൻസറാണിത്. ഇത് പൂപ്പൽ പിടിച്ച് വർക്ക് ചെയ്യാണ്ട് വന്നാൽ മോട്ടോർ വെള്ളം എടുക്കാണ്ട് വന്നാൽ ഓഫ് ആക്കില്ല. അപ്പോൾ എന്തുണ്ടാവും, മോട്ടോർ കുറേ നേരം വെള്ളം എടുക്കാണ്ട് ഡ്രൈ റണ്ണിൽ ഓടി കത്തിപ്പോവും. അപ്പോൾ യുവാരിയുടെ വാട്ടർ ലെവൽ കൺട്രോളറിലൊക്കെ ഉള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമർ ഉണ്ട്. മാത്രമല്ല ഈ സെൻസർ, ഈ ഡ്രൈ റൺ സെൻസർ ഏതെങ്കിലും കാരണവശാൽ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ അത് നമുക്ക് അതിൻ്റെ ഇൻഡിക്കേഷൻ കൺട്രോളറിൽ കിട്ടും. ഈ സെൻസർ കംപ്ലൈൻ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ള ഇൻഡിക്കേഷൻ കിട്ടും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വാട്ടർ ലെവൽ കൺട്രോളർ സെലക്ട് ചെയ്യുമ്പോൾ ഈ ഡ്രൈ റൺ സെൻസർ ഉള്ള വാട്ടർ ലെവൽ കൺട്രോളർ ആണെങ്കിൽ പോലും അതിൽ ഡ്രൈ റൺ സെൻസർ കംപ്ലൈൻ്റ് ആയാൽ അതിൻ്റെ ഇൻഡിക്കേഷൻ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതിന് ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ആ സെൻസർ കംപ്ലൈൻ്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്കത് മാറ്റുക അല്ലെങ്കിൽ അത് ക്ലീൻ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷേ ഇത് മനസ്സിലായില്ലെങ്കിൽ മോട്ടോർ വെള്ളം എടുക്കാണ്ട് വന്നാൽ മോട്ടോർ ഡ്രൈ റണ്ണിലോടി കത്തിപ്പോവും. അതല്ലെങ്കിൽ കൺട്രോളറിൽ ടൈമർ ഉണ്ടായിരിക്കണം. ടൈമർ ഉണ്ടെങ്കിൽ പിന്നെയും നമ്മുടെ മോട്ടറിനെ രക്ഷിക്കാം. കാരണം ടൈമർ ഇത്ര സമയത്തിനുള്ളിൽ മോട്ടറിനെ നിർത്തിക്കോളും. അല്ലെങ്കിൽ മോട്ടർ ഡ്രൈവിലായാലും ഒരുപാട് നേരം കിടന്ന് ഓടിയാൽ ഒരു 2 മണിക്കൂറിന് മേലെയൊക്കെ ഓടിക്കഴിഞ്ഞാൽ മോട്ടർ കത്തി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു വാട്ടർ ലെവൽ കൺട്രോളർ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പ്രൊട്ടക്ഷൻസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക.